വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു എൻ്റർടൈനറാണ് വിടാമുയർച്ചി. ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് എന്ന് പറയാം. ഒരു വേറെ ലെവൽ പടമൊന്നുമല്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഈ ബ്രേക്ക് ഡൗൺ എന്ന സിനിമയുടെ 97 പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന സിനിമയുടെ റീമേക്കാണ്. അത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ എന്ന് അറിയില്ലെങ്കിലും അതേ പടം തന്നെയാണത്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ആ സിനിമയിൽ നിന്ന് വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെയാണ് ഈ പടം. സോ അടുത്ത സീൻ എന്താണ്, സീൻ ബൈ സീൻ അടുത്ത് എന്താണ് വരാൻ പോകുന്നത്, തൊട്ടടുത്ത സീൻ എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഓൾറെഡി നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് ഞാൻ പേഴ്സണലി ഈ സിനിമ കണ്ടതെങ്കിലും എന്നിലെ പ്രേക്ഷകനെ ഒരു പരിധി വരെ ഈ സിനിമ തൃപ്തിപ്പെടുത്തിയെന്ന് പറയാം. ഇതിൽ ആകെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്, ഇത് 1.5 മണിക്കൂറാണ് ബ്രേക്ക് ഡൗൺ എന്ന് പടമെങ്കിൽ ഇത് 2.5 മണിക്കൂറുണ്ട്. സോ അനാവശ്യമായിട്ടുള്ള ചില സമയത്തുള്ള ചില വലിപ്പിക്കൽ മാത്രമാണ് ഈ സിനിമയിൽ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഈവൺ അതിലുണ്ടാക്കിയ അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് വരുത്തിയിട്ടുള്ള ചെറിയ കുറേ മാറ്റങ്ങളൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്ന ആസ്പെക്റ്റിൽ നോക്കും, പ്രത്യേകിച്ചൊരു ഒരു അജിത്ത് പടം എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ല ഡിസിഷനായിട്ട് ഈ സിനിമയിൽ ആപ്റ്റായിട്ട് വർക്കായിട്ടുമുണ്ട്. സോ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് അറിയാവുന്ന ഓൾറെഡി ആ സിനിമയിൽ നമ്മൾ അതേ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്. സോ അവരുടെ പ്ലേസ്മെൻറ്റ് എനിക്ക് ഈ സിനിമയിൽ ആകെ പിന്നെ വേറെ പ്രശ്നമായിട്ട് മെയിനായിട്ട് ഞാൻ സിനിമ കാണുന്നതിന് മുമ്പേ പ്രതീക്ഷിച്ച ഒന്ന് ഇവരുടെ ആ ഒരു ലവ് ട്രാക്കും അല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു ക്യാരക്ടേഴ്സിന് റിലേഷൻഷിപ്പും കെമിസ്ട്രിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, പ്രത്യേകിച്ച് തൃഷയുടെ അജിത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഓൾറെഡി നമുക്ക് പാട്ടുകളിലും ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തരത്തിലുള്ള സീക്വൻസ് ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോകുന്നുള്ളത്. സിനിമയുടെ ഇനീഷ്യൽ പോർഷൻസേ അതാണ്. പക്ഷേ അത് പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ആക്ച്വലി നല്ല സീക്വൻസുകളായിരുന്നു, നന്നായിട്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇനീഷ്യലി അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരു ചെറിയ ക്യാരക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം കൊടുത്തിട്ടാണ് സിനിമയുടെ ആ ഒരു ഇവൻറ്റിലേക്ക് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനകത്തുള്ള ഇമോഷൻസ് പ്രോപ്പറായിട്ട് നമുക്ക് കൺവേ ആവും. സോ ഇതൊന്നും ആക്ച്വലി ഇത്തരത്തിലുള്ള ബാക്ക് സ്റ്റോറീസോ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളൊന്നും തന്നെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതിൽ ജസ്റ്റ് ഒരു ഇവൻറ്റ് അതിങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കായിരുന്നു. പക്ഷേ ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ ആവശ്യമാണെന്നുള്ളത് തോന്നും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോൾ. എന്നാലും അനാവശ്യം നമ്മളിപ്പോൾ മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളിൽ കാണുന്ന അനാവശ്യമായിട്ടുള്ള സീക്വൻസുകളൊന്നും തന്നെ ഇതിലില്ല. ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഈ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൺസ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ സിനിമ ഇങ്ങനെ റണ്ണായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി ഇറങ്ങിയ മറ്റ് തലപ്പടങ്ങളിൽ നിന്നും എന്തൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഈ സിനിമയിൽ എങ്ങനെ പോലും ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ചായി ഇങ്ങനത്തെ ഒരു നല്ല അജിത്ത് പടം കണ്ടെന്ന് പറയാം. ഞാനീ പറഞ്ഞ പോലെ ഇതൊരു വേറെ ലെവലായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ക ആക്ഷൻ ഫ്ലിക്കായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഈ സിനിമ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ പേസിൽ പോകുന്നൊരു സാധനമാണ്. എന്നാലും ഇതിൽ വന്നിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ അത് എടുത്തു പറയേണ്ട സാധനം തന്നെ. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചുരുക്കം ഒരു 2-3 ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിന് പക്ഷേ കൊറിയോഗ്രഫി വേറെ ലെവലാണ്. ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് മാത്രമല്ല, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആക്ഷൻ സീക്വൻസുകളിലെ എഡിറ്റിംഗ് ആണ്. ആ ഒരു പാറ്റേൺ ഗംഭീരം തന്നെ പറയാം. കാരണം ഇതിലിവർ ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ആക്ഷൻ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിക്കവറി ടൈം ഉണ്ടാവുമല്ലോ. ഒരാളെ അടിച്ചിട്ട് എണീറ്റ് വരാനൊരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നൊരു സ്പേസ് ഉണ്ടാവും. അത് ഇവർ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. സോ ഈ ഒരു ആക്ഷൻ ബ്ലോക്ക് നടക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ക്യാമറാസ് അവിടെ വെച്ച് അതേ സാധനം തന്നെ പല സ്ഥലത്തുനിന്നും പല ആംഗിൾസിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഈ റിക്കവറി ടൈം കൂടി കട്ട് ചെയ്ത് 5 സെക്കൻഡിൽ കാണിക്കുന്ന സാധനത്തിന് 1 സെക്കൻഡിൽ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടും ഭയങ്കര ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളായിട്ട് ഈ സിനിമയിലെ പല ആക്ഷൻ സീക്വൻസുകളും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ആക്ഷൻ ബ്ലോക്ക് വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ കണ്ടിരിക്കുന്ന രീതിയിലാണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെയ്ത് വെക്കൽ മാത്രമല്ല, എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയായതുകൊണ്ട് ആക്ഷൻ ബ്ലോക്ക് അടിപൊളിയാണ് സിനിമയുടെ. പോരാത്തതിന് അജിത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സബ്റ്റിലായിട്ടുള്ള ക്യാരക്ടറാണ്, ഭയങ്കര എക്സാഗറേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഒരു നോർമൽ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളതാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളതും, ആളുടെ ഇമോഷൻസ് കൺവേ ചെയ്തിട്ടുള്ളതും, ആളുടെ ആ ഒരു മാനർസും പിടിച്ചിട്ടുള്ളതും. പിന്നെ ഈ ആക്ഷൻ ബ്ലോക്കുകൾ വരുമ്പോൾ മൂപ്പര് അടി കൊള്ളുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് സിനിമ ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻസിനെ പറ്റിയ പടമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ഫാൻ ഷോ കാണേണ്ട പടമല്ല. നമ്മളിങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് പോകേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഓവർ ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടില്ല, ഓവർ മാസമായിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഒരു ആവറേജ് ആയിട്ട് പോകുന്ന ഒരു വാച്ചബിൾ എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു പടം. ആൻഡ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ആൻഡ് വിത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് ഈ സിനിമ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പല സീക്വൻസുകളും തുടക്കം മുതൽ ആ ഒരു മിസ്റ്ററി ബിൽഡ് ചെയ്യാനും ആ ഒരു ക്ലൈമാക്സ് സീക്വൻസുകളൊക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു ആക്ഷൻ ബ്ലോക്കിലൊക്കെ ആ ഒരു പത്തിക്കിച്ച് പാട്ടങ്ങൾ ഇട്ടിട്ട് തീ കൊളുത്തിയ പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത് പൊളിയാണ്. സോ അനിയുടെ BGM തന്നെ ആ ഒരു മേക്കിംഗ് പാറ്റേണും എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ. സോ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് ബോറടിപ്പിക്കുന്ന നമുക്ക് തലകുറിപ്പിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എത്രത്തോളം നീറ്റായിട്ടൊരു കൊമേഴ്ഷ്യൽ പടം എടുക്കാൻ പറ്റും അത്രത്തോളം അടുത്തെടുത്തിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ പോരായ്മകളുണ്ട്, ശരിയാണ്. അവിടെ ഇവിടെയൊക്കെ എനിക്കും പേഴ്സണലി അവിടെ ഇവിടെയൊക്കെ ചില സീക്വൻസുകളൊക്കെ ഒഴിവാക്കാനും തോന്നും. സ്റ്റിൽ ഒരു വാച്ചബിൾ എൻ്റർടൈനർ. സോ ഓൾറെഡി നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.